ഹായ്, ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ വൈകുന്നേരം ചായക്കോ അല്ലെങ്കിൽ ഷോർട്ടീസായിട്ട് ഉപയോഗിക്കാനും എല്ലാം നല്ലതാണ്. നോർത്ത് ഇന്ത്യൻസ് അവർ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇവിടെ എല്ലാ ഇത് കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്കിപ്പോൾ ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ മാവൊക്കെ അരച്ചത് തീരും, ജോലിയൊക്കെ ഉള്ളവർക്ക് മാവ് അരച്ചത് തീരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഇതിൽ പൊട്ടറ്റോയും ക്യാരറ്റും ഞാൻ ചേർക്കുന്നുണ്ട്. അതില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇത് പൊട്ടറ്റോയും ക്യാരറ്റും ചേർക്കേണ്ട, സവാളയും ഇതൊക്കെ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, പാടൊന്നുമില്ല. ഇത് നമ്മുടെ അവലെന്ന് പറഞ്ഞാൽ നമ്മൾ പരന്ന ഒരു അവലില്ലേ, അതല്ല, ഉരുണ്ട ടൈപ്പാണ്. അത് നമ്മൾ അവൽ വരവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതല്ല, ഉരുണ്ടിരിക്കുന്ന മാതിരിയുള്ളതാണ്. കുറച്ചുകൂടെ കട്ടിയുള്ളത് കിട്ടും, ഇത് അത്ര കട്ടിയില്ല. ചിലപ്പോൾ ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്നൊരു പേടിയുണ്ട്. കാരണം ഇത്തിരി ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ തീരെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു നല്ല ഒരു ബലം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തു. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു സവാള, കുറച്ച് കറിവേപ്പില, അത് കുറച്ച് പിച്ചി ഇങ്ങനെ ഇടണം. അപ്പോൾ അതല്ലെങ്കിൽ എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില. പിന്നെ പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം കപ്പലണ്ടിയാണ്. കപ്പലണ്ടി നിറച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് 2-3 അണ്ടിപ്പരിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കപ്പലണ്ടി വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് നാരങ്ങ നീര് അവസാനം ഒഴിക്കാനാണ്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ കോൺ ഉണ്ടെങ്കിൽ അത് ഇടാം, ഗ്രീൻ പീസ് ഇടാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വെജിറ്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യുന്ന മാതിരിയുള്ള വെജിറ്റബിളൊക്കെ ഇതിന് യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കടുക്, ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ കുറച്ച് കായപ്പൊടിയും. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ വെജിറ്റബിൾ ഒന്ന് ആവിയിൽ, ചിലർ വറുത്തെടുക്കുന്നുണ്ട്, അതിനേക്കാളും നല്ലത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് സോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേർത്താലും മതി. അപ്പോൾ അത്രയും എണ്ണ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. ആദ്യം നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കണം. നമുക്ക് ആവിയിൽ വേവിക്കാനായിട്ട് ഇങ്ങനത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കുറേ പഴക്കമുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ ഇവിടെ തുരുമ്പിച്ചൊക്കെ തുടങ്ങി, ഒത്തിരി വർഷം പഴക്കമുള്ളതാണിത്. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങണമെങ്കിൽ എന്തും പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് കഷ്ടപ്പെടേണ്ട. നമുക്കൊരു ചെറിയ ചീനച്ചട്ടിയിൽ വെച്ച് കൊടുത്താലും ചെറിയ പാത്രത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇതിനെ നമുക്കൊരു പാത്രത്തിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ അവലിനെ നനച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ സോക്ക് ചെയ്തൊന്നും വെക്കാൻ പാടില്ല, തീരെ കട്ടിയില്ലാത്ത അവലാണ്. ഇങ്ങനെ ഒരു അരിപ്പിലിട്ടിട്ട് നമ്മൾ നല്ല വെള്ളം എടുത്ത് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അധികം നേരം സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നന്നായിട്ടങ്ങ് കുതിർന്ന് ഉടഞ്ഞു പോവും. ഇതിനി ഒരു ഫോർക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇത്തിരി കൂടി കട്ടി അവലാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ല സോക്ക് ചെയ്ത് വയ്ക്കാൻ പാടില്ല. ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഫുൾ പോകാനായിട്ട് ഇങ്ങനെ കുറച്ച് നേരം കുതിരാൻ വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുതിർന്നിരിക്കും. നമുക്ക് ആദ്യം ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, കപ്പലണ്ടി വറുക്കാൻ മാത്രം. ഇത് ശരിക്കും തനിയെ താമസിക്കുന്ന കുട്ടികളൊക്കെ, ജോലിയായിട്ടും പഠിത്തമായിട്ടൊക്കെ തനിയെ താമസിക്കുന്നവർക്ക് എളുപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇനി നമുക്ക് ഈ പാൻ ചൂടാക്കിയിട്ട് ഒന്നുകൂടെ ചൂടാക്കി, ഞാൻ ഈ വെജിറ്റബിൾ വേകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക്
നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, എണ്ണ യൂസ് ചെയ്യണം. ഇതിലൊന്നും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിലേക്ക് കുറച്ച് എണ്ണയും നമുക്ക് സോട്ട് ചെയ്യാൻ ഉള്ളിയൊക്കെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു രുചിക്കാണ് അത് ഞാൻ ചേർക്കുന്നത്, അത് വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും അത് കടുക് പൊട്ടണം. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാമല്ലോ. കടുക് പൊട്ടിയ ഒരു ടേസ്റ്റ് ഉണ്ട്, പൊട്ടാണ്ട് അങ്ങ് കിടന്നാൽ അതിന് ആ ടേസ്റ്റ് ഉണ്ടാവില്ല, പൊട്ടണം. അത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, ഞാൻ മലയാളികളുടെ കാര്യമാണ് പറയുന്നത്. ചിലർക്ക് ജീരകം പൊട്ടുന്ന ആ ടേസ്റ്റ് ഇഷ്ടമല്ല. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി. കറിവേപ്പില ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കാം. ഈ കായപ്പൊടി ഇട്ട ഉടനെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകും കായപ്പൊടിയും കൂടെ ചേർന്നുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു ശരിക്കും മണം വരുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം, ചെറുതായിട്ട് അരിഞ്ഞിടാം. പക്ഷേ ചിലർക്ക് ഇഞ്ചി കടിക്കുന്ന ഇഷ്ടമല്ല, ചിലർക്ക് അത് കുഴപ്പമില്ലെങ്കിൽ അതങ്ങനെ ഇടാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനെ പ്ലേറ്റിൽ എടുത്ത് വയ്ക്കുന്നത്, അത് വീഡിയോ ആയതുകൊണ്ടല്ല, ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്യും. അതാണ് നമുക്ക് എളുപ്പം. ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്ത് പോയാൽ പിന്നെ ഒന്നൊന്നായിട്ട് എടുക്കാൻ പോകാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഒന്നിൽ നിങ്ങൾ വുഡൻ കട്ടിങ് ടേബിളാണെങ്കിൽ അതിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കാം. അല്ലാണ്ട് ഒന്നും എടുത്തിട്ട് പിന്നെ അടുത്തത് എടുക്കാൻ ഓടുമ്പോൾ മറ്റേത് കരിഞ്ഞു പോവും. കുറച്ചുകൂടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. വഴറ്റാൻ ആവശ്യമുള്ള എണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, ഞാൻ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാറില്ല. ചിലർ നല്ലോണം എണ്ണ യൂസ് ചെയ്യും, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചാണ് ഇഷ്ടം. ഞാൻ ജസ്റ്റ് സോട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ എണ്ണ യൂസ് ചെയ്യാറുള്ളൂ. ജസ്റ്റ് അതിൽ പുരണ്ടിരിക്കും. ഇത് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു പോർക്കൊച്ച് കുത്തി വെക്കുമ്പോൾ അകത്തേക്ക് കയറി പോകുന്നെങ്കിൽ നന്നായിട്ട് നമ്മൾ മുറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തല്ലേ ഇട്ടത്, അതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. ആ സവാള ഒത്തിരി മൂത്ത് പോകണ്ട. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാലും മതി. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഇതിനകത്തേക്ക് ഇടാം. വെജിറ്റബിൾ കൂടി ഇതിനകത്തേക്ക് ഇട്ടു. ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ ഒന്ന് പുറം മൊരിയണ മാതിരി കുറച്ച്, ഒത്തിരി വേണ്ട, ഇട്ടിട്ട് നമുക്ക് ഇനി പോഹ അതിനകത്തേക്ക് അതിനകത്തേക്ക് തട്ടാം. തെറ്റിപ്പോയിരിക്കാൻ ഞാനങ്ങനെ ചെയ്യുന്നത്. ആദ്യം വെജിറ്റബിളിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ഇടുക. നിങ്ങൾക്ക് ഒരുമിച്ചിടാം. ഇനി നമുക്ക് ഈ അവൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കയ്യിലെടുത്തിടുന്ന അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പൂണിലിടുമ്പോൾ ചിലപ്പോൾ ഓരോ മാതിരി ആയിപ്പോവും. ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് പഞ്ചസാര, ചിലർ ഒരു ടീസ്പൂൺ വരെ ഇടും, ഞാനൊരു നുള്ള് ഇടുന്നുള്ളൂ. ഇനി കൂടുതൽ ഇളക്കരുത്, ജസ്റ്റ് പതുക്കെ ടോസ് ചെയ്തെടുക്കണം. കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില, ഇതിൽ സേവ്, നമ്മുടെ ഓമപ്പൊടി മാതിരി കടലമാവിലുണ്ടാക്കുന്ന സേവില്ല, അത് ഇതിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ അതില്ല. നിങ്ങൾക്ക് അങ്ങനെയും സവാള അരിഞ്ഞതും ഒക്കെ ചേർത്ത് നമുക്ക് അത് കഴിക്കാൻ പറ്റും. അതല്ല കറി വേണമെന്നുള്ളവർക്ക് വെള്ള ചട്നി, ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് നമ്മൾ തേങ്ങാ ചട്നി പോലെ അരയ്ക്കുന്നതും ഇതിന് കറി പോലെ യൂസ് ചെയ്യാം. അല്ല വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇത് നാരങ്ങ നീരാണ്. ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകുന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത്. ഉപ്പ് മതിയോന്ന് ഈ സമയത്ത് ഒന്ന് നോക്കിയിട്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പോഹ റെഡിയായി. മല്ലിയില വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം, നിങ്ങളുടെ ഇഷ്ടം അത്. അപ്പോൾ നമ്മുടെ പോഹ റെഡിയായി, നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പോഹ റെഡിയായി. നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. രാവിലെ വേറെ ഒന്നും മാവോ അങ്ങനെയൊക്കെ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. നമുക്ക് ഹെൽത്തിയാണ്, വയറിനൊന്നും ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.